Hello students, welcome back to Priyanka Tutorials. നമ്മൾ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന പാഠഭാഗം പഠിച്ചുവല്ലോ. ആ പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം: അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണി ഈച്ചയെ പോലെ എന്റെ മനസ്സിനെ വലം വെച്ചു തുടങ്ങി. ഈ വാക്യത്തിൽ നിന്ന് നജീബിന്റെ യാത്രയെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകൾ കണ്ടെത്താം? ഉത്തരം: ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിലെ മണൽക്കൂനകൾക്കിടയിലൂടെ എന്ന പാഠഭാഗത്തിൽ നജീബ് തന്റെ ഗൾഫ് യാത്രയുടെ തുടക്കത്തിൽ അനുഭവിക്കുന്ന കടുത്ത മാനസിക സംഘർഷമാണ് ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത്. ഒട്ടനവധി സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ വിമാനമിറങ്ങിയ നജീബിനും ഹക്കീമിനും തുടക്കം മുതൽ തന്നെ ദുരനുഭവങ്ങളാണ് നേരിടേണ്ടി വന്നത്. ചെവിക്ക് ചുറ്റും വട്ടമിട്ട് പറന്ന് അലോസരപ്പെടുത്തുന്ന മണി ഈച്ചേനെ പോലെ നജീബിന്റെ മനസ്സിൽ നിന്ന് വിട്ടുമാറാത്ത കടുത്ത ആശങ്കകളെയാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത്. എയർപോർട്ടിൽ വെച്ച് തങ്ങളെ ക്രൂരമായി പെരുമാറി വണ്ടിയുടെ പിറകിലെ ഓപ്പൺ ക്യാബിനിലേക്ക് തള്ളിയ അർബാബിന്റെ പെരുമാറ്റം അവന്റെ ഉള്ളിൽ ഭയം നിറച്ചു. വണ്ടി നഗരത്തിന്റെ വെളിച്ചവും വലിയ പാതകളും ഉപേക്ഷിച്ച് പൂർണ്ണമായും ഇരുട്ടു നിറഞ്ഞ മൺപാതയിലേക്ക് പ്രവേശിച്ചപ്പോൾ താൻ ചെന്നെത്തുന്നത് വലിയൊരു ദുരന്തത്തിലേക്കാണെന്ന് അവന്റെ അപബോധ മനസ്സ് തിരിച്ചറിഞ്ഞു. ഭാഷയോ വഴിയോ അറിയാത്ത അന്യദേശത്തെ ഒറ്റപ്പെടലും താൻ മോഹിച്ച ഗൾഫ് ഇതെല്ലാം എന്ന തിരിച്ചറിവും അവനെ കൂടുതൽ ഭയപ്പെടുത്തി. വരാനിരിക്കുന്ന കഠിനമായ ദുരവസ്ഥയുടെ പ്രവചനാത്മകമായ ഒരു സൂചന കൂടിയാണ് നജീബിന്റെ ഈ വാക്കുകൾ. അടുത്ത ചോദ്യം: മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകത്തിനറിയാം നീരുറവയുടെ ആഴം. കിണറ്റിലെ തവളയോട് ചോദിക്കൂ കടലിന്റെ വലുപ്പം. സച്ചിദാനന്ദൻ. ഈ കവിതാഭാഗത്തെ ആശയതലത്തിന്റെ അടിസ്ഥാനത്തിൽ നജീബിന്റെ മരുഭൂമിയിലെ അനുഭവങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം: ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിലെ നജീബിന്റെ മരുഭൂമിയിലേക്കുള്ള യാത്രയും സച്ചിദാനന്ദന്റെ കവിതാ വരികളും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അനുഭവങ്ങളുടെ തീവ്രതയാണ് കവി ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത്. കഷ്ടപ്പാടുകൾ നേരിട്ട് അനുഭവിക്കുന്നവന് മാത്രമേ അതിന്റെ ആഴം മനസ്സിലാവൂ എന്ന സത്യം നജീബിന്റെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നു. നാട്ടിൽ നിന്ന് ഒട്ടേറെ സ്വപ്നങ്ങളുമായി ഗൾഫിലെത്തിയ നജീബിന് നേരിടേണ്ടി വന്നത് കഠിനമായ ദുരനുഭവങ്ങളാണ്. എയർപോർട്ടിൽ വെച്ച് അർബാബിന്റെ ക്രൂരമായ പെരുമാറ്റം അവനെ ഭയപ്പെടുത്തി. വണ്ടിയുടെ പുറകിലെ ഓപ്പൺ ക്യാബിനിൽ ഇരുന്ന് പൊടിപടലങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര അവനെ ശാരീരികമായി തളർത്തി. വിമാനത്തിൽ നിന്ന് കുടിച്ച അല്പം പച്ചവെള്ളം മാത്രമായിരുന്നു അവന്റെ ഉള്ളിൽ ചെന്ന ഏക ആഹാരം. കത്തുന്ന വിശപ്പും ദാഹവും സഹിച്ചാണ് അവൻ യാത്ര ചെയ്തത്. മരുഭൂമിയിൽ ദാഹിച്ചു മരിക്കുന്ന ഒട്ടകത്തിന് നീരുറവയുടെ വില അറിയാവുന്നത് പോലെ ഈ നഗരയാത്ര അനുഭവിച്ച നജീബിന് മാത്രമേ അതിന്റെ ദാരുണ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കൂ. നാട്ടിലെ ചെറിയ ലോകത്ത് നിന്ന് കിണറ്റിലെ തവളയെ പോലെ ഒട്ടും പരിചിതമല്ലാത്ത വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് അവൻ വന്നെത്തിപ്പെട്ടത്. അടുത്ത ചോദ്യം: ഗൾഫിലെ ആദ്യ ദിവസത്തെ യാത്രാ അനുഭവത്തെ കുറിച്ച് നജീബ് തന്റെ കൂട്ടുകാരന് അയക്കാനിടയുള്ള ശബ്ദ സന്ദേശം തയ്യാറാക്കുക. ഉത്തരം: എടാ ഞാൻ ആടാ നജീബ്, എങ്ങനെയെങ്കിലും ഈ മെസ്സേജ് നിന്റെ അടുത്തെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇത് അയക്കുന്നത്. എടാ നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. ഇവിടെ വന്നത് മുതൽ വലിയ ചതിയിലാണ് ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഒരുപാട് നേരം കാത്തു നിന്നിട്ടാണ് ഞങ്ങളുടെ അർബാബ് വന്നത്. വന്നപ്പോൾ മുതൽ തുടങ്ങിയതാ അയാളുടെ ക്രൂരത. ഞങ്ങളുടെ ബാഗുകളെല്ലാം വലിച്ച് വണ്ടിയുടെ പുറകിലേക്ക് എറിഞ്ഞു. ഉമ്മയും സൈനവും തന്നുവിട്ട അച്ചാർ കുപ്പികളെല്ലാം പൊട്ടിപ്പോയടാ. അത് ഓർത്തപ്പോൾ കരൾ ഉരുകിപ്പോയി. ഞങ്ങളെ വണ്ടിയുടെ പിന്നിൽ കയറ്റാൻ പോലും അയാൾ സമ്മതിച്ചില്ല. വണ്ടിയുടെ പുറകിലെ ഓപ്പൺ ക്യാബിനിലെ പുല്ലിലും അലൂമിനിയം പാത്രങ്ങൾക്കും ഇടയിലേക്കാണ് ഞങ്ങളെ തള്ളിയിട്ടത്. വണ്ടി മൺപാതയിലൂടെ അതിവേഗം പായുമ്പോൾ പൊടികളും കാറ്റും കാരണം ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കുലുക്കം കാരണം നടു ഒടിഞ്ഞു പോകുന്ന വേദനയാണ്. നാട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം വിമാനത്തിൽ നിന്ന് കിട്ടിയ അല്പം പച്ചവെള്ളം അല്ലാതെ ഒരു തരി ആഹാരം പോലും ഞങ്ങളുടെ ഉള്ളിൽ ചെന്നിട്ടില്ലടാ. കത്തുന്ന വിശപ്പും ദാഹവും കൊണ്ട് തൊണ്ട വരണ്ടു തുടങ്ങി. വണ്ടി നിർത്തി എന്തെങ്കിലും വാങ്ങിത്തരാൻ അർബാബിനോട് വിളിച്ചു ചോദിക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷെ പേടി കാരണം ശബ്ദം പുറത്തേക്കും വന്നില്ല. വഴിയിലാണെങ്കിൽ ഒരു വെളിച്ചമോ കടകളോ പോലും ഇല്ല. ചുറ്റും കനത്ത ഇരുട്ടും മണൽ കൂനകളും മാത്രം. ഇപ്പോൾ വണ്ടിയുടെ പിറകിലെ ആ പുൽക്കെട്ടിൽ കിടന്നാണ് ഞാൻ ഇത് പറയുന്നത്. ഹക്കീം ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. നമ്മൾ സ്വപ്നം കണ്ട ഗൾഫല്ലിത്. എങ്ങോട്ടാണ് ഞങ്ങളെ ഈ കൊണ്ടുപോകുന്നതെന്ന് ഒരു നിശ്ചയവുമില്ല. മനസ്സിൽ എന്തെന്നില്ലാത്ത പേടിയാണ്. പ്രാർത്ഥിക്കണംണ്ട, പഠിച്ചോൺ മാത്രമേ ഇനി രക്ഷയുള്ളൂ. അടുത്ത ചോദ്യം: വിമാനത്തിൽ നിന്ന് എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എന്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം. അടിവരയിട്ടിരിക്കുന്ന പദം നൽകുന്ന അർത്ഥം എന്ത്? ഇതുപോലെ പച്ച ചേർന്നു വരുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്തി അർത്ഥതലം വ്യക്തമാക്കുക. ഉദാഹരണം: പച്ച പരിഷ്കാരി, പച്ച മനുഷ്യൻ. ഉത്തരം: തന്നിരിക്കുന്ന വാക്യത്തിൽ അടിവരയിട്ടിരിക്കുന്ന പച്ചവെള്ളം എന്ന പദം സാധാരണ അർത്ഥത്തിലുള്ള തിളപ്പിക്കാത്ത വെള്ളത്തെയല്ല സൂചിപ്പിക്കുന്നത്. മറിച്ച് അന്നേ ദിവസം വെറും വെള്ളമല്ലാതെ വേറെ യാതൊരുവിധ ആഹാരവും നജീബ് കഴിച്ചിട്ടില്ല എന്ന കഠിനമായ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വിശപ്പിന്റെയും ദാഹത്തിന്റെയും യാഥാർത്ഥ്യമാണ് ഇത് വ്യക്തമാക്കുന്നത്. മലയാള ഭാഷയിൽ പച്ച ചേർന്ന് വരുന്ന മറ്റു പദങ്ങളും അവയുടെ അർത്ഥങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ച മനുഷ്യൻ: ഒട്ടും കൃത്രിമത്വമോ മായോ ഇല്ലാതെ തികച്ചും സാധാരണക്കാരനായ മനുഷ്യൻ. പച്ച പരിഷ്കാരി: വെറുതെ പരിഷ്കാരിയായി നടിക്കുന്നയാളെ പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് പച്ച പരിഷ്കാരി.
പച്ച പരമാർത്ഥം, പച്ചയായ സത്യം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഒട്ടും വളച്ചൊടിക്കാതെ ഉള്ളതുപോലെ തുറന്നു പറയുന്ന സത്യം. അടുത്ത ചോദ്യം, മധുരമായ ഗന്ധം, അനുഭവ തീവ്രമായ പ്രമേയം, മലയാളിത്തം എല്ലാം ഒത്തിണങ്ങിയ നോവലാണ് ബെന്യാമിന്റെ ആടുജീവിതം. മരുഭൂമിയുടെ വിഭാവകമായ സൗന്ദര്യം, മരുലോകത്തിന്റെ സവിശേഷതകൾ, ഇതൊന്നും മലയാള നോവലിൽ ഇത്ര ആഴത്തിൽ ഇതിനു മുമ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. മലയാള സാഹിത്യത്തെയും ഭാഷയെയും ഈ നോവൽ ഏറെ ഉയരത്തിൽ എത്തിച്ചിരിക്കുന്നു. പി വത്സല. പി വത്സല ആടുജീവിതത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് മനസ്സിലാക്കിയല്ലോ. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ നോവൽ വായിച്ച് പുസ്തക ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. കൂട്ടുകാരുടെ ആസ്വാദന കുറിപ്പുകൾ ശേഖരിച്ച് പതിപ്പ് തയ്യാറാക്കുക. ഉത്തരം മലയാള സാഹിത്യത്തിൽ എക്കാലത്തെയും വലിയ വായനാ വസന്തം സൃഷ്ടിച്ച ബെന്യാമിന്റെ മാസ്റ്റർ പീസ് കൃതിയാണ് ആടുജീവിതം. എഴുത്തുകാരി പി വത്സല നിരീക്ഷിച്ചതുപോലെ മധുരമായ ഗന്ധവും അനുഭവ തീവ്രമായ പ്രമേയവും മലയാളിത്യവും ഒത്തിണങ്ങിയ ഈ നോവൽ മലയാള സാഹിത്യത്തെ ഏറെ ഉയരങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. നാട്ടിലെ ദാരിദ്ര്യം മാറി കുടുംബത്തിന് നല്ലൊരു ഭാവി നൽകാൻ വലിയ സ്വപ്നങ്ങളോടെ ഗൾഫിലെത്തുകയും എന്നാൽ ചതിക്കപ്പെട്ട മരുഭൂമിയിലെ ഒരു ആടുമേക്കൽ കേന്ദ്രത്തിൽ ക്രൂരനായ അർബാബിന്റെ അടിമയായി മാറേണ്ടി വരികയും ചെയ്ത നജീബ് എന്ന സാധാരണക്കാരന്റെ അതിജീവനത്തിന്റെ കഥയാണിത്. ഭാഷയറിയാതെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി സ്വന്തം മനുഷ്യത്വം പോലും നഷ്ടപ്പെട്ട് ഒടുവിൽ ആടുകളിൽ ഒന്നായി ജീവിക്കാൻ നിർബന്ധിതരാകുന്ന നജീബിന്റെ ജീവിതാനുഭവങ്ങൾ വായനക്കാരന്റെ കണ്ടു നിറയ്ക്കുന്നതാണ്. മരുഭൂമിയുടെ ഭയാനകമായ അവസ്ഥകളെയും അതിന്റെ സവിശേഷതകളെയും വളരെ ആഴത്തിൽ ആവിഷ്കരിച്ച ഈ കൃതി എത്ര വലിയ പ്രതിസന്ധികളിലും മനുഷ്യൻ ജീവന് വേണ്ടി നടത്തുന്ന മരുഭൂമിയുടെ ഭയാനകമായ അവസ്ഥകളെയും അതിന്റെ സവിശേഷതകളെയും വളരെ ആഴത്തിൽ ആവിഷ്കരിച്ച ഈ കൃതി എത്ര വലിയ പ്രതിസന്ധിയിലും മനുഷ്യൻ ജീവന് വേണ്ടി നടത്തുന്ന പോരാട്ടത്തിന്റെയും പ്രത്യാശയുടെയും വലിയൊരു സന്ദേശം നൽകുന്നു. കേവലം ഒരു വായനാ അനുഭവത്തിനപ്പുറം ഏതൊരു മനുഷ്യന്റെയും അതിജീവനത്തിന്റെ പ്രതീകമായി നജീബ് എന്ന കഥാപാത്രത്തെ വായനക്കാരുടെ മനസ്സിൽ ശാശ്വതമായി പ്രതിഷ്ഠിക്കാൻ ഈ നോവലിന് ഈ പാഠഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂടുതൽ ലളിതമായ പഠന വീഡിയോകൾക്കായി പ്രിയങ്ക ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യൂ.